ഈ സമയത്ത് വാഗമണ്ണിലേക്ക് വന്നിട്ടുണ്ട്. ഈ നല്ല മഴയും അതേപോലെ തന്നെ അതിനൊപ്പം ഈ കോടമഞ്ഞും കണ്ടു നോക്കി. വാഗമണ്ണിലെ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ റോഡ് സൈഡിലൂടെ പോകുമ്പോഴുള്ള ഇരുവശങ്ങളിലും ഒന്നില്ലെങ്കിൽ ഒരു വശം മലയും മറുവശം ഇതേപോലുള്ള തേയിലത്തോട്ടങ്ങളുമായുള്ള മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഈ വാഗമണ്ണിലുള്ളത്. പ്രത്യേകിച്ച് ഇതേപോലുള്ള മഴയും കൂടി ഉണ്ടെങ്കിലല്ല, ഇതേപോലെ ഈ തേയിലത്തോട്ടങ്ങളെ കാണുമ്പോൾ ഇറങ്ങി നടക്കാനായിട്ടൊരു പ്രത്യേക ഒരു രസം തന്നെയാണ് ട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങരുതെന്നും പറഞ്ഞ് ബോർഡൊന്നും കാണുന്നില്ല കേട്ടോ. ചില തേയിലത്തോട്ടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും, അതിലേക്ക് പ്രവേശനമില്ല, ഇങ്ങോട്ട് ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വശത്തേക്കൊക്കെ നമ്മൾ ഇറങ്ങാതിരിക്കുന്നതാണ് കേട്ടോ ഉള്ളത്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ഇറങ്ങി കുറച്ചിട അങ്ങോട്ട് നടന്നിട്ടോ. എന്നാലും ഉള്ളിലേക്കൊന്നും പോയില്ല. അപ്പോൾ നല്ല മഴയാണ്. ഇത്രയും മഴയും കോടമഞ്ഞൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതേപോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ കയറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കിയിരുന്നു. അപ്പോൾ ഈ സിപ്പ് ലൈനൊക്കെ ഇപ്പോൾ തുറന്നതാണ്. അതായത് ഇവിടെ കോടമഞ്ഞും അതുപോലെ തന്നെ മഴയും ശക്തമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവർ നിർത്തിവെക്കും. കാരണം നമ്മളവർക്ക് കാണാൻ സാധിക്കില്ല. എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവർക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കും അത് അവർ ക്ലോസ് ചെയ്യുന്നത്. കയ്യുണ്ട. പൊളിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു. ഈ സിപ്പ് ലൈനിൽ ഞങ്ങൾക്ക് കയറാൻ സാധിച്ചത് ആ സമയമായപ്പോൾ മഴയും അതേപോലെ തന്നെ ഈ കോടമഞ്ഞൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. അപ്പം അതുകൊണ്ട് കുറച്ച് സമയം അവർ തുറന്നിട്ടു. അങ്ങനെ ആ സമയത്ത് കുറച്ച് ആളുകൾ അതിൻ്റെ അകത്ത് കയറി. ആ കൂട്ടത്തിൽ ഞങ്ങളും കയറി കേട്ടോ. എന്തായാലും ഒരു പ്രത്യേക ഒരു രസം തന്നെ കേട്ടോ സിപ്പ് ലൈനിലൂടെയുള്ള യാത്ര. ആദ്യമൊക്കെ ഒന്ന് പേടിച്ചെങ്കിലും വീണ്ടും വീണ്ടും കയറാൻ തോന്നും നമുക്ക്. 500 രൂപയാണ് കേട്ടോ അതിനകത്ത് കയറുന്നതിനുള്ളൊരു ഫീസ്. അതേപോലെ തന്നെ വാഗമണ്ണിലുള്ള ഗ്ലാസ് ബ്രിഡ്ജും അതേപോലെ ആക്ടിവിറ്റീസുകളൊക്കെ എല്ലാവരും ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും യാത്രയെന്ന് പറഞ്ഞാൽ ഇതല്ലേ. ഈ വാഗമൺ റോഡിലൂടെ പോകുമ്പോഴുള്ള ഈ കാഴ്ചകൾ അത് തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. ഈ തട്ടായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും ഈ കോടമഞ്ഞും ഈ ചെറിയ മഴയും എല്ലാം തന്നെയാകുമ്പോൾ തന്നെ ആ കാഴ്ചകൾക്കൊരു പ്രത്യേകതയുണ്ട്, പ്രത്യേക ഒരു അനുഭവവുമുണ്ട്. ശരിക്കും ആക്ടിവിറ്റീസുകളിലൊക്കെ ഒന്നുമില്ല. ഈ മഴയും ഈ ചെറിയ കോടമഞ്ഞും എല്ലാം ഉള്ളപ്പോൾ കാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുക, ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുക്കാതെ ആ കാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്ത് നീങ്ങിയാൽ അതൊരു മനോഹര യാത്രയായി മാറും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.